നമസ്കാരം, സിജൂസിലേക്ക് സ്വാഗതം. ഏഴോം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന TP കുഞ്ഞിരാമൻ പുരസ്കാരം ജോൺ ബ്രിട്ടാസിന് 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ജനുവരി മാസം 7 വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. TP കുഞ്ഞിരാമന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് ബ്രിട്ടാസിനെ തിരഞ്ഞെടുത്തത്. ഏഴോം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള TP കുഞ്ഞിരാമന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം മാധ്യമപ്രവർത്തകനും പാർലമെൻറ്റ് രാജ്യസഭാംഗവുമായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസിന് നൽകാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രൊഫസർ മുഹമ്മദ് അഹമ്മദും ഉണ്ണി മാധവനും ഞാനും അടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവായി ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. TP കുഞ്ഞിരാമൻ 28 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്. ഏഴോം എന്ന പ്രദേശത്തിൻ്റെ ഗ്രാമപിതാവായിട്ടാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്. എരിപുരം കുപ്പം റോഡ്, ഗ്രാമത്തിലേക്ക് വൈദ്യുതി, പഞ്ചായത്ത് ഓഫീസിന് സ്ഥലമെടുപ്പ്, ഇതെല്ലാം സാധ്യമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം നേതൃത്വത്തിലാണ്. ഏഴോമിൻ്റെ വികസനത്തിന് അടിത്തറ പാകിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് സഖാവ് കുഞ്ഞിരാമൻ. ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ രാജ്യസഭയിലെ ഏറ്റവും മികച്ച വാഗ്മിയാണ്, ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനാണ്. ആ നിലയിൽ ജോൺ ബ്രിട്ടാസിലേക്ക് എത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മാത്രമല്ല, ഐക്യകണ്ഠേന എടുത്തിട്ടുള്ള തീരുമാനപ്രകാരമാണ് TP കുഞ്ഞിരാമൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം. ഏഴോം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന TP കുഞ്ഞിരാമന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് മാധ്യമപ്രവർത്തകനും പാർലമെന്റ് അംഗവുമായ ജോൺ ബ്രിട്ടാസ് അർഹനായത്. പുരസ്കാര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി മാസം 7 വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് കൈമാറുമെന്ന് ഭാരവാഹികളായ TV രാമചന്ദ്രൻ, MV നികേഷ് കുമാർ, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, KP മോഹനൻ, CPM മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി V വിനോദ് എന്നിവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.